അധ്യായം 10. അപ്പൂപ്പൻ താടികൾ. സംക്രാന്തി കവലയിൽ നേരം വെളുത്തു. വണ്ടികളുടെ ഇരമ്പലുകളും ഇടത് കാലിന്റെ പെരുവിരലിന്റെ വിങ്ങലും കൂടിക്കൂടി വന്നപ്പോൾ എന്റെ ഉറക്കം തെളിഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്നു. ഹമീദ് കോൺക്രീറ്റ് ബെഞ്ചിൽ എനിക്ക് മുൻപേ കണ്ണു തുറന്ന് മലന്നു കിടപ്പുണ്ടായിരുന്നു. വെയിറ്റിംഗ് ഷെഡിന് നേരെ എതിർവശത്ത് വെള്ളം ഇറ്റിറ്റ് ചോരുന്ന ഒരു മുനിസിപ്പാലിറ്റി പൈപ്പ് കണ്ടു. പല്ലുതേപ്പും കാക്കക്കുളിയും അവിടെ നടക്കും. പല്ലുതേപ്പ് കഴിഞ്ഞാൽ മൂലയ്ക്ക് വെച്ചിരുന്ന ദോശപ്പൊതിയിലേക്ക് ചരിഞ്ഞു നോക്കി. കണ്ണുകൾ അവിശ്വസനീയതയോടെ തുറച്ചുപോയി. അവിടെ കാലിയായിരുന്നു. ഹമീദേ, നമ്മുടെ ദോശപ്പൊതി! ഹമീദ് സടകുടഞ്ഞെഴുന്നേറ്റു. ഉറക്കപ്പിച്ചു പോയ ഞങ്ങൾ സ്ഥലകാല ബോധങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്തി. എടാ, താഴെ കിടന്ന ധർമ്മക്കാരൻ! പഴന്തുണിക്കെട്ട് കിടന്നിടം ശൂന്യമായിരുന്നു. അയാൾ ഞങ്ങളുടെ ബോധം കെട്ട ഉറക്കം മുതലെടുത്തിരിക്കുന്നു. വല്ലാത്ത നിരാശ തോന്നി. എടാ ബേവിയെ, നിന്റെ പോക്കറ്റിൽ 3 രൂപയുണ്ടായിരുന്നു, ഒന്ന് നോക്കിയേ. ഞാൻ വെപ്രാളത്തിൽ പോക്കറ്റ് തപ്പി. ഒന്നും കാണാഞ്ഞ് ചാടി എഴുന്നേറ്റു. ചതിവ് പറ്റിയ തളർച്ചയിൽ കുറെ നേരം വിശ്വാസം വരാതെ ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു. പിന്നെ തളർന്നിരുന്നു. ഛേ, ഇന്നത്തെ ദിവസം തെണ്ടാതെ കഴിച്ചു കൂട്ടാമായിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? എന്റെ ശബ്ദം തളർന്നു പോയിരുന്നു. പോട്ടടാ, വെള്ളത്തിൽ കിട്ടിയത് വെള്ളത്തിൽ പോവും എന്ന് കേട്ടിട്ടില്ലേ? ഒരു വയസ്സിനെ പേടിപ്പിച്ച് പിടിച്ചു പറിച്ച മുതലാ, അതങ്ങ് പോട്ടെ. അതിന്റെ കൂടെ ആ തെറ്റിന്റെ പാപവും നീങ്ങി കിട്ടുമെന്ന് നമുക്ക് സമാധാനിക്കാം. ഹമീദ് ആദ്യമായി ഒരു തത്വം പറയുന്നത് കേട്ട് ഞാൻ അവനെ മിഴിച്ചു നോക്കി. എത്ര പെട്ടെന്നാണ് അവൻ സമനില വീണ്ടെടുത്തത്! ചിലർ ബസ് സ്റ്റോപ്പിൽ ധൃതി പിടിച്ചു വന്നിട്ട് കിട്ടിയ ബസ്സുകളിൽ കോട്ടയത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. വൈക്കം വഴി എറണാകുളം ബോർഡ് വെച്ച ഒരു ബസ് ഞങ്ങൾക്കെതിരെ മുനിസിപ്പാലിറ്റി പൈപ്പിന് മുൻപിൽ നിർത്തി. കുറച്ച് തൊഴിലാളികൾ അതിൽ കയറിപ്പോയി. സംക്രാന്തി കവലയിൽ വെയിലായി. ഇനിയും തളർന്നിരുന്നാൽ പറ്റില്ല. ഞാൻ ചൂണ്ടുവിരൽ ടൂത്ത് ബ്രഷ് പോലെ പിടിച്ചിട്ട് ഹമീദിനോട് പറഞ്ഞു, പൈപ്പുണ്ട്, പോയി പല്ല് തേച്ച് റെഡിയായാലോ? ഹമീദ് ഒന്ന് മൂളിയിട്ട് വീണ്ടും മലർന്നു കിടന്നു. ഞാൻ എഴുന്നേറ്റ് പൈപ്പിനരികത്തേക്ക് നടന്നു. വെറുതെ വെള്ളം കൊണ്ട് പല്ല് തേക്കുമ്പോൾ എനിക്ക് വിശന്നു. ഇന്നലെ ശിവമയത്തിൽ നിന്ന് കഴിച്ചതൊക്കെ ഇന്നലെ തന്നെ ആവിയായി പോയിരുന്നു. ഓർത്താൽ ചങ്കിടിക്കുന്ന ഓർമ്മകളാണ്. നടന്നതൊക്കെ സത്യമാണോ, അതോ ഒരു സിനിമ കണ്ടതാണോ? അല്ല, സത്യമാണ്. പെരുവിരലിന്റെ വിങ്ങൽ തെളിവാണ്. ഹമീദും വന്ന് പല്ലുതേപ്പ് തുടങ്ങി. ഞാൻ തിരിച്ച് വെയിറ്റിംഗ് ഷെഡിൽ ചെന്നിരുന്നു. എറണാകുളം വരെ നടന്നെത്തണം. ഇന്നലെ വരെ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഉറപ്പില്ലാത്തതെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്. 10-60 കിലോമീറ്റർ നടന്നെത്താൻ എന്തായാലും ഒരു ദിവസം പോരാ, അതും ഒഴിഞ്ഞ വയറുമായി. ഹമീദ് തിരിച്ചു വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു പഴയ പുസ്തകവും അവന്റെ മുഖത്തൊരു ചിരിയും കണ്ടു. അവൻ എന്റെ അടുത്ത് വന്നിരുന്ന് പുറംചട്ടയൊന്നുമില്ലാത്ത വെയിലത്തും മഴയത്തും കിടന്ന് ആയുസ് തീരാറായ മഞ്ഞളിച്ച പേജുകളുള്ള ആ പുസ്തകം ആകാംക്ഷയോടെ പരതാൻ തുടങ്ങി. സിനിമാ ഗാനങ്ങളാ, ഏറ്റവും പുതിയ 225 സിനിമാ ഗാനങ്ങള്. ഹമീദ് അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് കളഞ്ഞുപോയ ദോശപ്പൊതി തിരിച്ചു കിട്ടിയതിലും സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് അതിശയം തോന്നി. ഇവനൊരു പാട്ടുകാരനാണോ? ഇതുവരെ ഒരു മൂളിപ്പോലും കേട്ടില്ലല്ലോ. പാടാൻ കഴിയുന്നത് ഒരു കഴിവ് തന്നെയാണ് ഹമീദേ. നീ പാടുമോ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി പാടുകയും ചെയ്യും. കൊള്ളാലോ. എന്നാ നമുക്ക് ചുമ്മാ പാട്ടും പാടി എറണാകുളത്തേക്ക് നടക്കാം, എന്താ? ഞാനൊരു തമാശ പറഞ്ഞു. എന്നാ നേരം കളയണ്ട, നടക്കാം. ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വലത്തോട്ട് അഥവാ വടക്കോട്ട് നടക്കാൻ തുടങ്ങി. ഒരു പിടി തിക്താനുഭവങ്ങളുടെ ഓർമ്മകളെയും കോട്ടയത്തെയും പിന്നിലാക്കി ഞങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത 2 തെരുവ് പിള്ളേര് ഒരു ദീർഘയാത്രയുടെ ആദ്യ ചുവടുകൾ വെക്കുവാൻ തുടങ്ങി. ഹമീദ് പാട്ടുപുസ്തകം പരതിക്കൊണ്ടാണ് നടന്നത്. ഒടുവിൽ അവനൊരു പാട്ട് തപ്പിയെടുത്തു. നസീർ ജയഭാരതി പടത്തിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോഴൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു,
അമിത ആവേശത്തോടെ ഹമീദ് പരിസരം മറന്ന് ഉച്ചത്തിൽ പാടുകയാണ്. അവനെ സംബന്ധിച്ചുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും തകർന്നടിഞ്ഞു. ഈണമെന്നൊരു സാധനമേ അവന്റെ പാട്ടിലുണ്ടായിരുന്നില്ല. പറയുന്നതിലും ദയനീയമായി അവൻ പാടി തകർത്തു. ഞാൻ ഉള്ളുരുകി മൗനമായി യേശുദാസിനോട് അവനു വേണ്ടി ക്ഷമാപണം നടത്തി. എനിക്ക് ചിരി പൊട്ടിപ്പോകുമെന്ന് പേടിച്ച് ഞാൻ ഇടപെട്ടു. എടാ, ഇത് നസീറിന്റെ അയൽക്കാരി എന്ന സിനിമയിലുള്ള പാട്ടല്ലേ? പാട്ട് മുറിഞ്ഞതിൽ ഹമീദിന് ഈർഷ്യയുണ്ടായി. ഓ, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് റേഡിയോയിൽ സ്ഥിരം കേൾക്കാറുണ്ട്, അങ്ങനെ പഠിച്ചതാ. ഹമീദ് ഇടയ്ക്കിടെ ഓരോ പാട്ട് തപ്പിയെടുത്ത് പാടാൻ തുടങ്ങി. കളഞ്ഞു കിട്ടിയ പാട്ടുപുസ്തകം എന്തായാലും വിശപ്പറിയാത്ത നടപ്പിന് ഹമീദിന് പ്രയോജനപ്പെട്ടു. അവന് പാടാൻ വശമില്ലാത്തതിനാൽ അത് ആസ്വദിക്കാനാവാതെ എനിക്കൊരു തരം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. എറണാകുളത്തേക്കുള്ള അനന്തമായ അറ്റമില്ലാത്ത റോഡ് ചൂട് പിടിക്കാൻ തുടങ്ങി. ചെരുപ്പില്ലാത്ത ഞങ്ങളുടെ കാലുകൾ പൊള്ളാനും വിശപ്പ് കൊണ്ട് വയറ് കത്താനും ചൂടുകൊണ്ട് റോഡിലെ ടാർ ഉരുകാനും തുടങ്ങിയപ്പോൾ ഞാനും പാട്ടുകാരൻ ഹമീദും റോഡിൽ നിന്ന് സൈഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഹമീദ് യേശുദാസിന്റെയും എസ് ജാനകിയുടെയും ഒക്കെ ഒപ്പം പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. പെട്ടെന്ന് അമ്മ എന്നിൽ ആപാത ചൂടം പ്രവേശിച്ചു. നാഴികയ്ക്ക് 40 വട്ടമുള്ള അമ്മയുടെ വിളി കേൾക്കാൻ ഞാൻ വെറുതെ ചെവി വട്ടം പിടിച്ചു. പഠിക്കാനുള്ള അതിമോഹം നടക്കില്ലെന്ന് ഉറപ്പായത് 7ലേക്ക് ജയിച്ചതോടെയാണ്. 4ലും 5ലും ജയിക്കാതിരുന്നെങ്കിൽ എന്റെ പഠനം നിർത്താൻ അപ്പച്ചന് എളുപ്പം കഴിഞ്ഞേനെ. പാതി ദിവസം പോലും അവനെ സ്കൂളിൽ വിട്ടിട്ടില്ല, എന്നിട്ടും അവൻ ജയിച്ചില്ലേ എന്ന് അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്തു. മുന്നോട്ട് പഠിക്കാൻ കൊടിയ ദാരിദ്ര്യത്തിലും അമ്മയുടെ ശക്തമായ ഇടപെടലുണ്ടായി. എന്നിട്ടും 7ലോട്ട് ജയിച്ച കഴിഞ്ഞ വർഷം എന്റെ സ്കൂൾ മോഹം പൊലിഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നാടുവിട്ടു. പാളിപ്പോയ എന്റെ ആദ്യത്തെ നാടുവിടൽ പക്ഷെ കാമ്പുള്ള ഒരു കഥയാണ്. ഹമീദ് പാടട്ടെ. ഞാൻ എൻ്റെ ആദ്യ പുറപ്പെട്ടു പോക്കിനെ കുറിച്ച് പറയാം. അതിന് ആദ്യം അപ്പച്ചന്റെ അപ്പൻ, ഞങ്ങളുടെ 7 കുടുംബങ്ങളുടെ കാരണവർ വല്യാപ്പനെ പറ്റി പറഞ്ഞു തുടങ്ങണം. പരിശുദ്ധനായ പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത തറവാട്ടിലേക്ക് എഴുന്നള്ളി വന്ന് കന്തീല ശുശ്രൂഷ നടത്തിയതിനു ശേഷം വല്യാപ്പൻ കർത്താവിൽ നിദ്ര പ്രാപിപ്പാൻ മനസ്സാ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. എനിക്കന്ന് 11നും 12നും ഇടയ്ക്കായിരുന്നു പ്രായം. സ്കൂൾ തുറക്കാൻ ഇനിയും 1.5 ആഴ്ച ബാക്കിയാണ്. ഞാനും മണിക്കുട്ടനും സാറായിയും ശൂശായിയും പിന്നെ മാമ്പഴം പെറുക്കാൻ വന്ന ഞങ്ങളുടെ ജൂനിയർ തീക്കിരി പിള്ളേരും, അതിൽ സാറാക്കുട്ടിയും സില്ലിയും മത്തനും ഏലിയാമയൊക്കെ ഉണ്ട്. വല്യാമ്മയുടെ ഉണ്ടപ്ലാവിനപ്പുറത്തെ നാട്ടുമാവിന്റെ തണലിൽ കുർബാന ചൊല്ലി കളിക്കുകയായിരുന്നു ഞങ്ങൾ. തറവാടായ പഴവീടിന്റെ വടക്കേ പുറത്തെ പറമ്പിലാണ് ഒത്തിരി കശുമാവുകളിൽ നിന്നും ഇത്തിരി ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിറയെ മാങ്ങകളുള്ള നാട്ടുമാവ്. കൂട്ടത്തിൽ അന്ന് ഇത്തിരി സുറിയാനി അറിയാവുന്നത് എനിക്കായിരുന്നതിനാൽ ഞാനായിരുന്നു അച്ഛൻ. തോർത്തു മുണ്ടിന്റെ വീതി കുറഞ്ഞ വശം കഴുത്തിൽ കെട്ടി പുറകിലേക്കിട്ട് ഞാൻ അച്ഛനായി. ചിരട്ടയും ഇഴക്കയറും കൊണ്ട് ധൂപക്കുറ്റി ഉണ്ടാക്കി ആട്ടിക്കൊണ്ട് മണിയൻ കപ്പ്യാരുമായി. പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഏവൻഗേലിയോൻ വായിക്കാൻ തുടങ്ങുമ്പോഴാണ് വല്യാപ്പൻ വീടിനുള്ളിൽ നിന്ന് ബേവിയേ എന്ന് നീട്ടി വിളിച്ചത്. കുർബാന സ്റ്റില്ലായി. വട്ടയില കൊണ്ട് തല മറച്ചിരുന്ന പെൺ ഭക്തജനങ്ങളിൽ നിന്ന് സാറായി അച്ഛനായ എന്നോട്, നിന്നെയാടാ വിളിച്ചത്, പോയിട്ട് വാ. ആകെ അറിയാവുന്ന ഇത്തിരി സുറിയാനി അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെ ജാള്യത മാത്രമല്ല എന്നെ കുഴക്കിയത്. ഒരു തെക്കൻ കാറ്റങ്ങാൻ വീശിയാൽ തലയ്ക്ക് മുകളിൽ നിന്നും വീണു കിട്ടുന്ന തുടുത്ത നാട്ടുമാമ്പഴങ്ങളിൽ ഒന്നുപോലും അച്ഛനായ എനിക്ക് കിട്ടില്ല. ഇതേ മാവിൻ ചുവട്ടിൽ തന്നെ കുർബാനക്കളി സ്കൂൾ തുറക്കും വരെ വെക്കാൻ തന്നെ കാരണം മാമ്പഴമാണ്. തിരുവായ്ക്ക് എതിർവായില്ല. വല്യാപ്പന്റെ വാക്കിനപ്പുറം ഒരു വാക്ക് ഇല്ലേ ഇല്ല. ഞാൻ ഒറ്റ ഓട്ടത്തിന് വല്യാപ്പന്റെ മുറിയിലെത്തി നിന്നു. വല്യാപ്പൻ മുറിയുടെ പടിഞ്ഞാറേ ജനാലയുടെ മരത്തിന്റെ അഴികളിൽ 2 കൈകളിലും ബലം കൊടുത്ത് എന്റെ വരവും കാത്ത് നിൽക്കുകയാണ്. വല്യാപ്പൻ വിളിച്ചോ? നീയാണോ കുർബാന ചെല്ലണ അച്ഛൻ? ഞാനൊന്ന് നാണിച്ചു. ഞാനൊരു ചിരി വരുത്തിയിട്ട് കാറ്റ് വീശുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, ഭാഗ്യം. കർത്താവിന്റെ 2ാമത്തെ വരവ് കിഴക്കുന്നാണെന്ന് നിനക്കറിയോ?
വല്യാപ്പന്റെ അപ്രതീക്ഷിതമായ ഗൗരവമുള്ള ചോദ്യത്തിനു മുൻപിൽ അച്ഛനായ ഞാൻ നിന്ന് പരിങ്ങി. അതെനിക്ക് അറിയില്ലായിരുന്നു. എന്റെ മറുപടി കാക്കാതെ വല്യാപ്പൻ തുടർന്നു. കർത്താവ് കിഴക്കൂന്ന് വരുമ്പോ എതിരേൽക്കാൻ ഒരുങ്ങിക്കിടക്കണം. എന്റെ കട്ടിലൊന്ന് പിടിച്ച് കിഴക്ക് പടിഞ്ഞാറായി തിരിച്ചിടണം. അതിനാ നിന്നെ ഞാൻ വിളിച്ചേ. വല്യാപ്പൻ ഇഹലോകവാസം വെടിയാൻ സ്വയം ഒരുങ്ങുന്നത് കണ്ട് ഞാനൊന്ന് മിഴിച്ചു നിന്നു. കട്ടില് പിടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ വല്യാപ്പൻ കട്ടിലിന്റെ പിടിവിടാതെ കുനിഞ്ഞു നിന്ന് കിതച്ചു. ഞാൻ ഓടിച്ചെന്ന് വല്യാപ്പനെ പിടിച്ചു നിവർത്തി. നീ എന്നെ പടിഞ്ഞാട്ട് തല വെച്ച് കിടത്തിയിട്ട് പൊക്കോ. ഞാൻ വല്യാപ്പനെ പടിഞ്ഞാറോട്ട് തല വെച്ച് മലർത്തി കിടത്തി. കിടക്കുമ്പോൾ വല്യാപ്പൻ വല്ലായ്മയോടെ കർത്താവേ എന്ന് ഉറക്ക വിളിച്ചു. പിന്നെ കിടന്നു കഴിഞ്ഞിട്ട് നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും, അത്രയും പ്രാർത്ഥിച്ച് ആശ്വസിച്ച് ഒരു ദീർഘാശ്വാസം വിട്ട് കണ്ണടയ്ക്കാതെ മച്ചിലേക്ക് നോക്കിക്കിടന്നു. ഇപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന കർത്താവിന്റെ വരവ് വല്യാപ്പന് നേരിട്ട് കാണാം. ഒരാപത്ത് ഉടനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വാഭാവികമായും പേടിച്ചു നിന്നു. അപ്പോൾ ഒരു തെക്കൻ കാറ്റ് ആഞ്ഞു വീശി. ഭക്തജനങ്ങൾക്ക് മേൽ മാമ്പഴങ്ങൾ തുരുതുരാ വീണു. എനിക്ക് മാമ്പഴം പെറുക്കാൻ പുറത്തേക്ക് ഓടാൻ തോന്നിയതേയില്ല. കാരണം വല്യാപ്പനെ കർത്താവ് കിഴക്കുനിന്നും വന്ന് ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും അങ്ങനെ വല്യാപ്പന്റെ മരണം സംഭവിക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു. 7 മക്കളും അത്രയും മരുമക്കളും അനേകം കൊച്ചുമക്കളും അവരിൽ ചിലർക്ക് കുഞ്ഞുമക്കളുമുള്ള മുണ്ടയ്ക്കൻ തറവാടിന്റെ കാരണവർ കിഴക്കോട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ഈ കൊച്ചുമകനായ എനിക്ക് മാത്രം. തെക്കൻ കാറ്റുകൾ ഇനിയും വീശും, മാമ്പഴങ്ങളും വീഴും. ഞാൻ വല്യാപ്പന്റെ അന്ത്യയാത്രയുടെ നിമിഷങ്ങൾ എണ്ണി നെഞ്ചിടിപ്പോടെ നിന്നു. മോൻ ഇനി പൊക്കോ, കുർബാന ഒച്ചയിൽ ചൊല്ലണം, ഇവിടെ വരെ കേൾക്കണം, വല്യാപ്പൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ കർത്താവ് വരാറായിട്ടില്ലെന്നും വല്യാപ്പൻ ഇപ്പോൾ മരിക്കില്ലെന്നും തിരിച്ചറിഞ്ഞ് ഞാൻ പഴവീട്ടിലെ തെക്കേ മുറിയിൽ നിന്നും ആറ്റുപോലും കടക്കില്ലാത്ത വല്യാമ്മയുടെ കുടുസ് മുറി വഴി പടിഞ്ഞാറേ പറമ്പിലേക്ക് ഇറങ്ങി. ഭക്തജനങ്ങളുടെ വായകളിൽ മാമ്പഴമായിരുന്നു. ഞാൻ പിന്നെ കുർബാന ചൊല്ലിയില്ല. ഒരു പെരുമഴക്കാലത്തിനായി ആകാശം കറുത്തിരുണ്ടു. സ്കൂൾ തുറക്കാറായല്ലോ. കൊയ്ത്തറത്തോട്ടത്തിന്റെയും വരാലപ്പറമ്പിന്റെയും മുകളിൽ ഇരുണ്ട മഴമേഘങ്ങളെ കീറി മുറിച്ച് ഇടിമിന്നലിന്റെ കൊള്ളിയാനുകൾ നാലുപാടും മിന്നിക്കളിച്ച് മഴക്കാലത്തിന്റെ സൂചനകൾ തന്നു. വിങ്ങിപ്പൊട്ടി നിന്ന ആകാശം പെയ്യാനായി മലർക്കെ തുറന്നിട്ട ജൂൺ 1 തന്നെയാണ് വെണ്ണിക്കുളം സ്കൂളും തുറന്നത്. ആർത്തലച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിനൊപ്പം എന്റെ സ്കൂൾ സ്വപ്നങ്ങളും ഒലിച്ചുപോയി. എന്റെ പഠനം നിർത്തിയ വർഷമായിരുന്നു അത്. സ്കൂൾ തുറന്ന് 1 മാസം കഴിഞ്ഞ് ഒരു പാതിരായ്ക്ക് ഞാനൊരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ജയിച്ചു ചെന്ന ക്ലാസ്സിൽ എന്നെ മോണിറ്ററായി തിരഞ്ഞെടുത്തു. അതായിരുന്നു എന്റെ ഉറക്കം കളഞ്ഞ ദുസ്വപ്നം. ഞാൻ എഴുന്നേറ്റിരുന്നു. കോരിച്ചൊരിയുന്ന മഴയ്ക്കൊപ്പം മിന്നലുകൾക്ക് അകമ്പടി പോലെ വെള്ളിടികൾ ഒന്നിനു പുറകെ ഒന്നായി ഭൂമിയിലേക്ക് ഇറങ്ങി വെട്ടിയിരമ്പി. ഉറക്കപ്പിച്ചിൽ വെണ്ണിക്കുളം സ്കൂളിന്റെ കലപില ശബ്ദങ്ങളാണ് എന്റെ മനസ്സിൽ ഇരമ്പിയത്. ഞാൻ എന്റെ കോണിമുറിയിലിരുന്ന് ഒറ്റയ്ക്ക് വിങ്ങിപ്പൊട്ടി. ആ ഇരിപ്പിലാണ് ഞാൻ നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിൽ വീണ്ടും ഉറച്ചത്. സ്വന്തമായി ഞാൻ എടുത്ത ആദ്യ തീരുമാനവും അതായിരുന്നു. കിഴക്കുനിന്നും വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ വല്യാപ്പൻ ഒരുങ്ങിക്കിടന്നിട്ട് 1 മാസത്തിലധികം കഴിഞ്ഞിരുന്നു. കർത്താവിന് മുന്നോടിയായി മാലാഖമാർ വല്യാപ്പന്റെ കട്ടിലിന് ചുറ്റും ഇടയ്ക്കിടെ വന്ന് സ്വർഗീയ ഗാനങ്ങൾ പാടുന്ന കാര്യം വല്യാപ്പൻ പറഞ്ഞപ്പോൾ മക്കൾ പേടിച്ച് ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു. മാലാഖമാർ പോയെന്ന് വല്യപ്പൻ നിരാശയോടെ പറയുമ്പോൾ അവരാരും മാലാഖമാരെ കണ്ടില്ലെന്ന് വല്യാപ്പനോട് പരിഭവം പറയും. എന്തായാലും വല്യാപ്പൻ മരണത്തോടടുക്കുകയാണെന്ന് മക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. മക്കളും മരുമക്കളുമായി 14 പേരും അവരുടെ മക്കളുമായി നല്ലൊരു സംഘം വല്യാപ്പന് ചുറ്റും എപ്പോഴും കാവൽ നിന്നു. ഒരിക്കൽ മാലാഖമാരുടെ ഒരു സംഘഗാനത്തിനിടയിൽ വല്യാപ്പൻ മരണവെപ്രാളം കാണിച്ചു. അപ്പച്ചൻ കട്ടിലിരുന്ന് വല്യാപ്പന്റെ വലത്ത് കൈയെടുത്ത് അപ്പച്ചന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചിട്ട് അപ്പാ എന്ന് വിളിച്ചു. വല്യാപ്പൻ അപ്പച്ചന്റെ മുഖത്തേക്ക് ഇത്തിരി നേരം നോക്കിക്കിടന്നിട്ട് ചിലമ്പിച്ച സ്വരത്തിൽ അപ്പച്ചനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, കറിയാച്ചാ ബേബി വന്നോ? അപ്പച്ചനൊന്ന് പതറി.
പഠിപ്പിക്കാൻ വിടാത്തതുകൊണ്ട് അവൻ നാടുവിട്ടു പോയെന്ന് വല്യാപ്പനോട് പറയാനുള്ള ധൈര്യം സത്യമായിട്ടും അപ്പച്ചനുണ്ടായിരുന്നില്ല. എന്നെ വെണ്ണിക്കുളം മലയാളം സ്കൂളിൽ ചേർത്തതും ആനിസാറിന്റെ 1-ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയതും വല്യാപ്പനായിരുന്നു. ഇല്ലപ്പാ, അവൻ വന്നില്ല. എവിടെയാന്ന് വെച്ചാ നീ അവനെ ചെന്ന് വിളിച്ചോണ്ട് വരണം. അതൊരു കൽപ്പനയായിരുന്നു. നിസ്സഹായനായ അപ്പച്ചന്റെ കൈകളിലിരുന്ന വല്യാപ്പന്റെ വലതു കൈ വല്യാപ്പന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഒരു സമാധാനം പറയാൻ പറ്റാതെ മെല്ലെ എഴുന്നേറ്റു. വല്യാപ്പൻ മരമച്ചിലേക്ക് നോക്കി എല്ലാവരോടുമായി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, കർത്താവിനെ എതിരേൽക്കാൻ കട്ടില് പിടിച്ചിട്ട് തന്നിട്ട് പോയതാ അവൻ വരാതെ എനിക്ക് പോവാൻ പറ്റുമോ? രംഗമൊന്ന് പതറി നിശബ്ദമായി. കനത്ത നിശബ്ദതയിൽ കൂടി നിന്നവർ വല്യാപ്പനെയും അപ്പച്ചനെയും മാറി മാറി നോക്കി. അമ്മയുടെ ഒരു തേങ്ങൽ കനത്ത നിശബ്ദതയെ കീറി മുറിച്ചു. അന്ന് പിന്നെ മാലാഖമാർ വന്നില്ല. ഞാൻ കിഴക്ക് മൂവാറ്റുപുഴയിലേക്കാണ് ആദ്യം നാടുവിടൽ നടത്തിയത്. ആദ്യ ദിവസം തന്നെ മാരുതിവിലാസം ഹോട്ടലിൽ പണിയും കിട്ടി. ആദ്യത്തെ ഒറ്റപ്പെടലും വെണ്ണിക്കുളം സ്കൂളിലെ അന്യമായ കലപില ശബ്ദങ്ങളും ഞാൻ എവിടെയാണെന്നറിയാഞ്ഞ് അമ്മയുടെ സങ്കടങ്ങളും എല്ലാം കൂടി 8-ാം ദിവസം ഞാൻ പനി പിടിച്ച് കിടപ്പിലായി. ഇരുട്ട് തളം കെട്ടിയ സ്റ്റോർ മുറിയിൽ ഞാൻ പനിച്ച് തുള്ളി വിറച്ച് ഒരു പഴന്തുണിക്കെട്ടുപോലെ കിടന്നു. ഇടയ്ക്ക് കട്ടൻ ചായയും കഞ്ഞിയും കൊണ്ടുതരുന്ന കുശിനിക്കാരൻ നാരായണപിള്ള ഹോട്ടൽ മുതലാളിയോട് ഉപദേശ രൂപത്തിൽ ഒന്ന് ഭീഷണിപ്പെടുത്തി. മുതലാളി, ആ ചെക്കനെങ്ങാൻ പനി പിടിച്ച് ചത്തുപോയാൽ സമാധാനം പറയേണ്ടി വരുവേ. 4 മേശകളും അതിനുള്ള ബെഞ്ചുകളും മാത്രമുള്ള ആ ഉണ്ടംപൊരി ഹോട്ടലിലെ പാവ മുതലാളിക്ക് ഉള്ളിൽ തീയാളി. ഞാനും നാരായണപിള്ളയും മാത്രമാണ് അവിടെ ജോലിക്കാരായുള്ളൂ. എന്നെ എറണാകുളം ബസ്സിൽ കയറ്റിവിടാൻ അയാൾ നാരായണപിള്ളയെ തന്നെ ഏൽപ്പിച്ചു. പണികൾ ഒതുക്കി പിള്ളേച്ചൻ രാത്രി 8 മണിയോടെ എന്റെ പൊള്ളുന്ന കൈ പിടിച്ച് കച്ചേരി താഴത്തെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. നിനക്ക് എറണാകുളം ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയോ? എഴുത്തും വായനയും അറിയാത്ത പിള്ളേച്ചൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ അയാളെ മിഴിച്ചു നോക്കി. അപ്പച്ചൻ ചോദിച്ച അതേ ചോദ്യം. എടാ, നിനക്ക് പണിക്കിരി പടിക്കട പോണ ബസ്സുകളുടെ ബോർഡ് വായിക്കാൻ അറിയോ? അറിയാം, എറണാകുളം മൂവാറ്റുപുഴ. ഞാൻ അഭിമാനത്തോടെ നിസ്സാരമായി പറഞ്ഞു. അത് മതി, വായിക്കാൻ പഠിച്ചുല്ലോ, ഇനി നീ സ്കൂളിൽ പോണ്ട. മനസ്സിൽ ഇടുത്തി വീഴ്ച അപ്പച്ചന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടായി. വായിക്കാൻ പഠിച്ചതാണ് എന്റെ പഠനം നിന്നു പോകാനുള്ള പ്രധാന കാരണം. വായന അറിയില്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ. പിള്ളേച്ചൻ എന്റെ ചുട്ടുപൊള്ളുന്ന കയ്യിൽ ഒന്നുകൂടെ മുറുക്കി പിടിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. പനിച്ചിട്ട് എന്തെങ്കിലും പറയാനുള്ള ആരോഗ്യം എനിക്കില്ലായിരുന്നു. ഒരു ട്രാൻസ്പോർട്ട് ബസ് അകലെ നിന്ന് അതിന്റെ ദിശാ ബോർഡിൽ മെഴുകുതിരിയോളം വെട്ടം കാണിച്ചു വരുന്നുണ്ടായിരുന്നു. ബസ് അടുത്തു വന്നപ്പോൾ എറണാകുളം എന്ന് ഞാൻ പിള്ളേച്ചൻ കേൾക്കെ വായിച്ചു. അയാൾ വെപ്രാളപ്പെട്ട് എന്നെ പിടിച്ച് ബസ്സിൽ കയറ്റി. കണ്ടക്ടറുടെ സൈഡ് സീറ്റിൽ എന്നെ പിടിച്ചിരുത്തി. ടിക്കറ്റ് എടുത്ത് എന്റെ പോക്കറ്റിൽ ഇട്ടു തന്നിട്ട്, പണിക്കിരിപടി സ്റ്റോപ്പിൽ ഇറക്കിയേക്കണേ സാറേ എന്ന് കണ്ടക്ടറെ ഓർമ്മിപ്പിച്ചിട്ട് ആ നല്ല മനുഷ്യൻ ഇറങ്ങിപ്പോയി. താമസിയാതെ എന്റെ ഓർമ്മയും പോയി. പണിക്കരുടെ കടയടച്ച് വാസുവും ഗോപാലനും ഉറങ്ങാൻ പായ വിരിക്കുമ്പോഴാണ് പണിക്കരുടെ പടികൾക്ക് താഴെ ബസ് വന്നു നിന്നത്. 3-4 മിനിറ്റായി നിർത്തിയ ബസ് പോകാത്തത് എന്താണെന്ന് അവർ അടച്ചിട്ട മരപ്പലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി. നാട്ടിലെ ഏതോ കുടിയനാവണം. സൈഡ് കമ്പിയിൽ പിടിച്ചിരുന്ന എന്റെ കൈവിരലുകൾ മരവിച്ചു പോയിരുന്നു. കണ്ടക്ടർ തട്ടി വിളിച്ചപ്പോൾ എനിക്ക് ബോധവുമില്ലായിരുന്നു. അയാൾ എന്റെ കൈവിരലുകൾ ഓരോന്നായി കമ്പിയിൽ നിന്നും പറിച്ചെടുത്ത് എന്നെ ഒരുവിധം പൊക്കിയെടുത്ത് ഫുട്ബോർഡിൽ എത്തിച്ചപ്പോഴേക്കും വാസുവും ഗോപാലനും പടവുകൾ ഇറങ്ങി വന്നു. ദേ, ഇത് മുണ്ടക്കിലെ ബേബിയാടാ. അവർ ഓടി വന്ന് എന്നെ ഏറ്റെടുത്തു. ബസ് വലിയ ആശ്വാസത്തിൽ സടകുടഞ്ഞ് പടിഞ്ഞാട്ട് പോയി. ഒരു മുഴുക്കുടിയനെ താങ്ങിയെടുക്കും പോലെ വാസുവും ഗോപാലനും ചേർന്ന് എന്നെ പൊക്കിയെടുത്ത് കടയിലെ വീതി കൂടിയ ഒരു ബെഞ്ചിൽ കൊണ്ട് കിടത്തി. ആ ബെഞ്ചിന് കീഴെ ഓണക്കാല കച്ചവടത്തിനുള്ള ചേനകളും മത്തങ്ങ വെള്ളരിക്കകളും കൂട്ടിയിട്ടിരുന്നു. പനിക്കുള്ള ഗുളിക വാങ്ങാൻ അവരിലൊരാൾ രഘുമാമന്റെ വീട്ടിലേക്ക് ഓടി. അന്ന് നാട്ടിൽ അയൽപക്കങ്ങൾ ഇല്ലായിരുന്നു. എല്ലാ വീടുകളും സ്വന്തം വീടുകളായിരുന്നു. വീടുകളിലുള്ളവർ കൂടപ്പിറപ്പുകളും. പണിക്കരിപടിയിൽ അന്ന് ഒരേ ഒരു കടയുള്ളത് 16 മക്കളെ കൊണ്ട് സമ്പന്നനായ പണിക്കരുടെ കട മാത്രമായിരുന്നു. പണിക്കർ കടയിലേക്ക് 10-ലധികം കൽപ്പടവുകളും ഉണ്ടായിരുന്നു. രാവിലെ ചൂട് വാർത്തകളും ചായയും കുടിക്കാൻ പെരുമ്പാട്ട് മൂലക്കാർ വരെ പണിക്കരുടെ പടികൾ ചവിട്ടുമായിരുന്നു.
വെളുപ്പിന് പതിവ് ചായ കുടിക്കാൻ വന്ന അപ്പച്ചൻ ഛർദിച്ച അവശനായി കടയുടെ മുറ്റത്ത് കുന്തക്കാലിലിരുന്ന് വിശ്രമിക്കുന്ന എന്നെ കണ്ട് ഒന്ന് പകച്ചു നിന്നു. മരിക്കാൻ കിടക്കുന്ന അപ്പനോട് സമാധാനം പറയാൻ കിട്ടിയ ആശ്വാസം അപ്പച്ചന് പെട്ടെന്നുണ്ടായി. അപ്പച്ചൻ പടികൾ ധൃതി വെച്ച് കയറുമ്പോൾ സാക്ഷാൽ പണിക്കർ വെളിയിലേക്ക് വന്നു. "കറിയാച്ച, ചെക്കന് നല്ല പനിയുണ്ട് ട്ടോ. ഗുളിക രഘുവിനോട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ചേനയിലും മത്തങ്ങയിലും ഒക്കെ ഇവൻ ഛർദിച്ചിട്ടേക്കുവാണല്ലോ." അപ്പച്ചൻ ഒന്ന് നിന്നു. എനിക്കൊരു ഉൾഭയവും ഉണ്ടായി. അപ്പച്ചൻ പണിക്കരോട് പറഞ്ഞു, "അത് കഴുകി തന്നോളാം ആശാനെ." പണിക്കരെ ചിലർ ബഹുമാനപൂർവ്വം ആശാൻ എന്നും വിളിക്കും. അപ്പച്ചൻ അടുത്തു വന്നപ്പോ ഞാൻ വയ്യാതെ എഴുന്നേറ്റ് നിന്നു. ആദ്യത്തെ പുറപ്പെട്ടു പോക്കിന്റെ പര്യവസാനമാണ്. തല്ല് വരെ പ്രതീക്ഷിക്കണം. "നീ ചായ കുടിച്ചോ?" ഞാൻ ഊവെന്ന് ആശ്വാസത്തോടെ തലയാട്ടി. എതിർവശത്ത് പുതുതായി ഉണ്ടാക്കിയ മണ്ണ് റോട്ടിലേക്ക് കൈ ചൂണ്ടി അപ്പച്ചൻ പറഞ്ഞു, "റോഡിപ്പോ നമ്മുടെ കുരിശുംപാട് വരെയായി. ആദ്യം പഴവീട്ടിൽ പോയി വല്യാപ്പനെ കാണണം. എന്നിട്ട് വീട്ടിൽ പോയാൽ മതി." വല്യാപ്പനെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് നെഞ്ചിലൊരു ആന്തലുണ്ടായി. "വല്യാപ്പന് എന്തെങ്കിലും?" "ഇന്നോ നാളെയോന്ന് പറയാൻ പറ്റൂല. ഇന്നലെ നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എവിടെയാന്ന് വെച്ചിട്ടാ ഞാൻ." എനിക്ക് വല്യാപ്പനെ കാണാൻ കലശലായ ധൃതി തോന്നി. പനി മറന്ന് ഞാൻ പുതിയ മണ്ണു റോഡിലൂടെ വലിഞ്ഞു നടന്നു. തറവാടിന്റെ മുറ്റത്തിനടുത്ത് എത്തിയപ്പോഴേ അകത്ത് വീട് നിറയെ ആളുകൾ ഉള്ള പോലെ എനിക്ക് തോന്നി. "ദേടി, ആരാ വന്നേ നോക്കിക്കേ." കുഞ്ഞമ്മായിയുടെ ആഹ്ലാദ ശബ്ദത്തിന് പുറകെ അമ്മായിയും കുറെ പേരും മുറ്റത്തേക്ക് കുതിച്ചെത്തി എന്നെ വളഞ്ഞു. എനിക്ക് വയ്യാതെ നടന്നതിന്റെ നല്ല കിതപ്പുണ്ടായിരുന്നു. നിമിഷം കൊണ്ട് ഞാൻ ബന്ധുജനങ്ങളുടെ സ്നേഹക്കടലിന് നടുവിലായി. എന്നെ ഓടി വന്ന് സ്വീകരിച്ചവരുടെയൊക്കെ കൈ പൊള്ളി. "അയ്യോ, മോന് നല്ല പനിയാണല്ലോ." ഓരോരുത്തരും കണ്ടുപിടുത്തം നടത്തി. ആൾക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിരക്കി വന്ന് അമ്മ എന്നെ മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് തേങ്ങി. മാതൃഹൃദയം പിടഞ്ഞു. "പനിച്ച് തുള്ളിയാണല്ലോടാ മോനെ നീ വന്നത്." അമ്മ വേവലാതിപ്പെട്ട് എന്റെ തലയും മേലും ഒഴിഞ്ഞു. ധൃതി പിടിച്ച് ഓടി വന്ന വല്യമ്മായി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട് പറഞ്ഞു, "മോന്റെ പനി വല്യാപ്പൻ വരുത്തിയതാ. വല്യാപ്പനെ കണ്ടു കഴിയുമ്പോ പനി മാറിക്കൊള്ളും." വല്യാപ്പൻ വരുത്തിയ പനി. വല്യമ്മായി ഒരു വലിയ സത്യമാണ് പറഞ്ഞതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. വല്യാപ്പൻ കിടക്കുന്ന തെക്കേ മുറി മക്കളും അയൽക്കാരുമടക്കം ജനനിബിഡമായിരുന്നു. വല്യാപ്പൻ കിടന്നിരുന്ന കട്ടിൽ കിഴക്ക് പടിഞ്ഞാറ് അന്ന് പിടിച്ചിട്ട പോലെ തന്നെ. എന്നെ അമ്മ വല്യാപ്പന്റെ കട്ടിലിന്റെ ഓരത്ത് തന്നെ പിടിച്ചിരുത്തി. "അപ്പാ, ബേബി വന്നുട്ടോ." ഞാൻ മുറ്റത്ത് വന്നപ്പോഴേ വല്യാപ്പന് വിവരം കിട്ടിയിരുന്നു. കർത്താവിനെ എതിരേൽക്കാൻ മാസങ്ങളായി ഒരുങ്ങിക്കിടക്കുന്ന അപൂർവ വ്യക്തിത്വം പുതച്ച് വെളുത്ത താടിരോമങ്ങൾക്കിടയിലെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കിക്കണ്ടു. ഞാൻ ആരാധനയോടെ വല്യാപ്പനെ നോക്കി. വല്യാപ്പന്റെ മുഖത്തിന് ഒരു വിശുദ്ധന്റെ ശോഭയുണ്ടായിരുന്നു. "മോൻ ഇത്തിരിയും കൂടെ നീങ്ങിയിരിക്ക്, വല്യാപ്പൻ നല്ലോണം കാണട്ടെ." കൊച്ചമ്മായിയുടെ സൗമ്യസ്വരം ഞാൻ തിരിച്ചറിഞ്ഞു. അർത്ഥഗർഭമായ മൗനത്തിനൊടുവിൽ ഞാൻ വിളിച്ചു, "വല്യാപ്പ, നീ എങ്ങോട്ടാ പോയേ?" വല്യാപ്പന്റെ ശബ്ദം നന്നേ ചിലമ്പിച്ചിരുന്നു. എനിക്ക് ഇത്തിരി നേരം ഉത്തരം മുട്ടി. "കിഴക്കോട്ടാണോ പോയേ?" "അതെ വല്യപ്പ, ഞാൻ കിഴക്ക്, മൂവാറ്റുപുഴ." ഞാൻ വല്ലാതെ പതറിപ്പോയിരുന്നു. "കർത്താവ് എവിടുന്നാ വരണേ?" "കിഴക്കുന്ന്." ഞാൻ പെട്ടെന്ന് പറഞ്ഞു. സദസ് ആകാംക്ഷ പൂണ്ടു. വല്യാപ്പന്റെ മുഖം പ്രസന്നമായി. അവശതയിലും വല്യാപ്പൻ ബന്ധപ്പെട്ട് വലതുകൈ എന്റെ തലയ്ക്ക് നേരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കണ്ട് ഞാൻ തല കുനിച്ചു പിടിച്ചു. വല്യാപ്പന്റെ കൈ എന്റെ തലയിൽ ഇത്തിരി നേരം വിശ്രമിച്ചു. മുറിയിൽ കനത്ത നിശബ്ദതയുണ്ടായി. "നന്നായി വരും." വല്യാപ്പന്റെ വാക്കുകൾ കേട്ട് എന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് തല വണങ്ങി. എന്റെ പനിച്ച ശരീരം ഒരു വൈദ്യുത പ്രസരണത്തിൽ പ്രകമ്പനം കൊണ്ടു. അമ്മ "ദൈവമേ" എന്ന് നിലവിളിച്ചു പോയി. വല്യാപ്പന്റെ കൈകൾ എന്റെ തലയിൽ നിന്നും മുഖത്തൂടെ ഒഴുകി താഴേക്ക് വീഴുന്നതറിഞ്ഞ് ഞാൻ ആ കൈകൾ എന്റെ കൈക്കുമ്പിളിൽ താങ്ങിയെടുത്തു. "പനിയുണ്ട് മോൻ, വല്യാമ്മയുടെ മുറി പോയി കിടന്നു, മാറിക്കൊള്ളും." വല്യപ്പന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്നെന്ന പോലെയാണ് ഞാൻ കേട്ടത്. "മാലാഖമാർ വരുന്നത് കണ്ടോ?" വല്യാപ്പൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അവരെ കാണാൻ വെപ്രാളപ്പെട്ട് നാലുപാടും നോക്കി. ജോസേട്ടായി എന്റെ തോളത്ത് കൈപിടിച്ചിട്ട് പറഞ്ഞു, "നമുക്ക് കാണാൻ പറ്റില്ലടാ,
വല്യാപ്പന് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ എനിക്കും ചിലത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പരിശുദ്ധന്റെ അനുഗ്രഹം എന്നെ സ്വർഗീയനാക്കുകയും ഞാൻ കനമില്ലാതെ വല്യാപ്പന്റെ മുഖത്തെ വെള്ളി രോമങ്ങളെക്കാൾ വെളുത്ത അപ്പൂപ്പൻ താടിയാവുകയും കട്ടിലിന്റെ ഓരത്തു നിന്നും ഞാൻ മെല്ലെ പറന്നു പൊങ്ങി വല്യാപ്പന്റെ കട്ടിലിന് ചുറ്റും നിരന്നു നിന്ന് പാടുന്ന മാലാഖമാരുടെ ചിറകുകളിലൊന്നിൽ തട്ടി നിൽക്കുകയും ചെയ്തു. ആരും മിണ്ടരുത്, അവരിപ്പോൾ എനിക്ക് ചുറ്റുമുണ്ട്. അവർ പാടട്ടെ. മോൻ പോയി കിടന്നു. ഞാനൊരു മായാലോകത്തിൽ അകപ്പെട്ടു. സ്വർഗം ഭൂമിയിലേക്ക്, വല്യാപ്പന്റെ മുറിയിലേക്ക് ചാഞ്ഞിറങ്ങി വന്നു. മഞ്ഞുമേഘങ്ങളിൽ മാലാഖമാർ അവരുടെ വെള്ളച്ചിറകുകൾ മെല്ലെ ചലിപ്പിച്ച് സ്വർഗീയ ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. അവരുടെ ഹല്ലേലൂയ ഗാനങ്ങൾക്കിടയിൽ അപ്പൂപ്പൻ താടിയായ ഞാൻ പിന്നെയും പറന്നുയർന്ന് വല്യാമ്മയുടെ കാറ്റു കടക്കാത്ത കുടുസുമുറിയിലേക്ക് നീങ്ങവേ ഹമീദ് എന്റെ തോളിൽ കൈവച്ച് ഒന്ന് കുലുക്കി. ഞാൻ പൊള്ളുന്ന വെയിലത്ത് തറഞ്ഞു നിന്ന് അവരെ മനസ്സിലാവാതെ തുറിച്ചു നോക്കി. സ്വർഗത്തിൽ നിന്നും ഒരു അപ്പൂപ്പൻ താടി നരകാഗ്നിയിൽ വീണ് കത്തിത്തീർന്നു. എടാ ബേബി, നിനക്കിതെന്തു പറ്റി? ഞാൻ എത്ര പാട്ടുകൾ പാടിയെന്നറിയോ? ഓർമ്മകളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ നിന്ന് വിയർത്തു. നീ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൽ ലയിച്ച് കുറെ ഓർമ്മകളിലേക്ക് പോയടാ. ഹമീദിന്റെ മുഖം പ്രസന്നമായി. എനിക്ക് തോന്നി നീ ഇവിടെങ്ങും അല്ലെന്ന്. റോഡിന്റെ ഇരുവശവും റബ്ബർ മരങ്ങൾ ഉണ്ടെങ്കിലും റോഡ് പഴുത്തുരുകി കിടന്നിരുന്നു. ഹമീദ് എന്റെ തോളത്തൂടെ കൈയിട്ട് എന്നെ നടത്തി. അവന് നല്ല ഭാരമുണ്ടായിരുന്നു. ഇനി നടക്കാൻ പറ്റില്ലടാ, നമുക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കാം. പാട്ടുകളുടെ ബലത്തിലാ ഇതുവരെ നടന്നത്. വിശന്നിട്ട് എനിക്ക് തല കറങ്ങണു. ഹമീദ് ചെറുതായി കിതച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും ഒന്നിരിക്കണം. ഇനി കാണുന്ന കലിങ്കിൽ നമുക്കിരിക്കാം. വിശപ്പിനെതിരെ ഒരു ചർച്ച നടത്താം. ഞാനങ്ങനെ അവനെ ആശ്വസിപ്പിച്ച് എന്റെ കൈ അവന്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു നടന്നു. വിശന്നിട്ട് വയറുകൾ നട്ടെല്ലോടൊട്ടാൻ തുടങ്ങിയ ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കാനാവില്ലായിരുന്നു. അതിനാൽ ഞങ്ങൾ സയാമീസ് ഇരട്ടകളെ പോലെ ഒട്ടിപ്പിടിച്ചു നടന്നു. കനമില്ലാത്ത അപ്പൂപ്പൻ താടികളായി മാലാഖമാരുടെ ചിറകുകളിൽ ഞങ്ങൾക്ക് എറണാകുളം വരെ പറന്നു നീങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഏറ്റുമാനൂർ പിന്നിട്ടിരുന്നു.